രാത്രികാല സർവീസ് നിർത്തുകയാണ് ഇന്ത്യൻ റെയിൽവേ. ജമ്മുവിലെയും പഞ്ചാബിലെയും പാക് അതിർത്തി പ്രദേശങ്ങളിലുള്ള സർവീസുകളാണ് നിർത്തുന്നത്. ഇപ്പോഴത്തെ സംഘർഷഭരിതമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ തീരുമാനം വരുന്നത്. ഫിറോസ്പൂർ, ജമ്മു മേഖലകളെയാണ് ഈ തീരുമാനം ബാധിക്കാൻ പോകുന്നത്. രാത്രിയിൽ ഈ മേഖലകളിലൂടെ പോകേണ്ട ട്രെയിനുകൾ പകൽ നേരത്തേക്ക് പുനഃക്രമീകരിക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിർത്തികളുടെ സർവീസ് നടത്തുന്ന ഹ്രസ്വദൂര ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള വിവരവും വരുന്നുണ്ട്. അതിർത്തിയിൽ പാക് സേനയുടെ വിന്യാസം അവർ ശക്തമാക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ട്രെയിനുകൾ രാത്രികാലങ്ങളിൽ പോകുന്ന ട്രെയിനുകൾ നിർത്താനുള്ള തീരുമാനം. രാത്രിയിൽ ഈ യുദ്ധസമാനമായ യുദ്ധകാലത്ത് വലിയ സുരക്ഷ രാത്രിയിൽ പ്രത്യേകമായി ഏർപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഈ പ്രകോപനം ബാലഗോപാൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ബാലുള്ള സ്ഥലങ്ങളിൽ ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പരിപൂർണമായി വെളിച്ചം പരിപൂർണമായി അടച്ചു ഇരുട്ടിലാണ്. ശത്രുവിന് നമ്മളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ഈ ബ്ലാക്ക് ഔട്ട് വരുന്നത്. ലഭ്യമായാൽ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഈ രാത്രിയിൽ നമുക്കറിയാം, രാത്രി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇന്ന് പുലർച്ചെ 7 മണിവരെയൊക്കെ ബ്ലാക്ക് ഔട്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. പൂർണ്ണമായും അവിടെ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടായിരിക്കും ഈ 4 സംസ്ഥാനങ്ങളിലും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന രാജസ്ഥാൻ, ഗുജറാത്ത്, ഒപ്പം തന്നെ ജമ്മു കശ്മീർ, പഞ്ചാബ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായി ഇന്നലെ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ സമാനമായിട്ടുള്ള ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി പരിപൂർണമായി ഓഫ് ചെയ്യണം. മറ്റ് വെളിച്ചം ഒന്നും പാടില്ല. ജനാലകൾ കർട്ടൻ കൊണ്ട് മറയ്ക്കണം. ശത്രുവിന് ഒരു മൂവ്മെന്റ് ഉണ്ട്, ഒരു ആളനക്കമുണ്ട് എന്ന ഫീൽ ഉണ്ടാകുന്ന തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒന്നും പാടില്ല തുടങ്ങി നിർദ്ദേശങ്ങളാണ് ബ്ലാക്ക് ഔട്ടിന്റെ ഭാഗമായുള്ളത്. അർജുൻ, എങ്ങനെയാണ് ഈ ട്രെയിനുകൾ റദ്ദാക്കിക്കൊണ്ടുള്ളത്, അതായത് ഹ്രസ്വദൂര ട്രെയിൻ വരെ റദ്ദാക്കുന്നു എന്നുള്ളതാണ്. രാത്രികാലങ്ങളിൽ മാത്രമാണോ ഈ നിയന്ത്രണവും റദ്ദാക്കലും ഉണ്ടാവുക? ഏതു തരത്തിൽ ഇതിനൊരു മറുഭാഗമാണല്ലോ, പകരം ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്? അക്ഷയ, രതീഷ്, ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പാകിസ്ഥാന്റെ കരസേനയുടെ കൂടുതൽ വിന്യാസം ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ചും ഈ ലൈൻ ഓഫ് കൺട്രോളിന് ചേർന്നുള്ള അമൃത്സർ, ബറ്റിൻഡ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ നമ്മുടെ വിദേശകാര്യ വക്താക്കളും അതുപോലെ തന്നെ പ്രതിരോധ വക്താക്കളും വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ ഈ ട്രെയിനുകളെല്ലാം തന്നെ രാത്രികാല സർവീസുകൾ നിർത്തിവെക്കുന്ന കാര്യം അറിയിച്ചത്. നേരിട്ട് 15 ട്രെയിനുകളെ തന്നെ ബാധിക്കും. അത് കൂടാതെ തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ സർവീസ് നടത്തുന്ന ഹ്രസ്വദൂര ട്രെയിനുകളുണ്ട്, ഇവയുടെയും സർവീസിനെ ബാധിക്കും. ഇതിന് പകരമായിട്ട് ചില ബദൽ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുന്നുണ്ട്. അതായത് രാവിലേക്ക് ഈ ട്രെയിനുകൾ, പകൽ സമയത്തേക്ക് ഈ ട്രെയിനുകൾ പുനഃക്രമീകരിക്കും. ഈ ദീർഘദൂര ട്രെയിനുകളുണ്ട്, അമൃത്സറിലൂടെയും ബറ്റിൻഡയിലൂടെയും എല്ലാം തന്നെ പാസ് ചെയ്യുന്ന, ജമ്മുവിലൂടെയും എല്ലാം തന്നെ പാസ് ചെയ്യുന്നത് രാത്രി, അത് പകൽ സമയത്തേക്ക് പുനഃക്രമീകരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ബദൽ മാർഗം. രണ്ടാമത്തേത് ഈ ഹ്രസ്വദൂര ട്രെയിനുകൾ റദ്ദാക്കുന്നു. അതിന് പകരം പകൽ സമയത്ത് തന്നെ കൂടുതൽ പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കും എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ദീർഘദൂര ട്രെയിനുകൾ ഏകദേശം 15 എണ്ണമാണ് ഈ മേഖലയിലൂടെ രാത്രികാലത്ത് കടന്നു പോകുന്നത്. അത് മുഴുവനായിട്ടും പകൽ സമയത്തേക്ക് എന്തായാലും പുനഃക്രമീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ പ്രത്യേക ട്രെയിൻ അനുവദിക്കുന്നതോടുകൂടി ഇതിലൂടെയുള്ള യാത്രാക്ലേശം ഒഴിവാക്കാൻ സാധിക്കും. രാത്രികാലത്ത് എന്തായാലും ഈ അമൃത്സർ ഉൾപ്പെടെയുള്ള മേഖല, ബത്തിൻഡ, അമൃത്സർ, ജമ്മു പോലെയുള്ള നിയന്ത്രണ രേഖയ്ക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര അതിർത്തിക്കും സമീപത്തോടുള്ള ട്രെയിൻ സർവീസ് വേണ്ട എന്നുള്ള കാര്യമാണ് നിലവിൽ റെയിൽവേസ് എടുത്തിരിക്കുന്ന തീരുമാനം. അത് ബ്ലാക്ക് ഔട്ട് ഓർഡറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് രാത്രികാലത്ത്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കരസേനയുടെ ഭാഗത്തു നിന്നും എപ്പോൾ വേണമെങ്കിലും ഒരു ഒഫൻസീവ്, ഒരു മുന്നേറ്റം ഉണ്ടാകാമെന്നുള്ളൊരു ഒരു കണക്ക് കൂട്ടൽ കൂടെ ഉണ്ട്. കാരണം വലിയ രീതിയിൽ വിന്യാസം ഉണ്ടാകുന്നു. അവരുടെ ട്രൂപ്സിനെ കൂടുതൽ ഈ അതിർത്തി മേഖലകളിലേക്ക്, പ്രത്യേകിച്ചും നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിലൊരു ഒഫൻസീവ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ആളുകളുടെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ട്രെയിനുകൾ രാത്രികാലങ്ങളിൽ സർവീസ് വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ഒരു ഉത്തരവുണ്ടാവുന്നതുവരെ ഈ ദീർഘദൂര ട്രെയിനുകൾ രാത്രികാലത്ത് ഓടില്ല. ഒപ്പം തന്നെ ഹ്രസ്വദൂര ട്രെയിനുകൾ പൂർണ്ണമായിട്ടും രാത്രികാലങ്ങളിൽ ഓടുന്നത് പകൽ സമയത്തേക്ക് പുനഃക്രമീകരിക്കുകയാണ്. അതാണ് നമ്മുടെ അതിർത്തി മേഖലകളിലെ സാഹചര്യം. ആ സാഹചര്യത്തിന് അനുസരിച്ചുള്ള തീരുമാനമാണ് വരുന്നത്. എങ്കിലും യാത്രക്കാർക്ക്, ആളുകൾക്ക് മൂവ് ചെയ്യാൻ വലിയ തടസ്സമില്ലാത്ത തരത്തിൽ മറ്റ് ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.